ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നേരെ ഞാനും റൂഫും കൂടി പോയിട്ട് പുറത്ത് പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും വേണ്ട വെച്ചിട്ട് ഞങ്ങൾ പോയതിട്ടാ. പോയി നോക്കുമ്പോൾ അവിടെ ഒരു വീട്ടിൽ ഒരു ചിക്കൻ പൊരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ എത്ര 100 ഗ്രാമിന് എത്ര 40 രൂപ അങ്ങനെയൊക്കെയാണ് അവൻ നമ്മളുടെ അടുത്ത് വാങ്ങിയത്. പിന്നെ അതിൽ കൊടുത്തൊരു ബെന്നും കിട്ടിയിട്ട്, ബെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടമ്പർ പെന്നിട്ട് അവിടെ വലിച്ചാലും കിട്ടാതെ നമ്മളൊന്നും മരത്തുനിന്ന് അടുത്ത ഒരു സോഫ്റ്റ് പെന്നല്ല കേട്ടോ. അങ്ങനെ അതും കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചിട്ട് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഭക്ഷണം അവിടെ നമ്മളെടുത്ത റൂമിൽ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞാൽ ഭക്ഷണം അവരുണ്ടാക്കി തന്നിട്ടോ. അവർക്ക് എന്തോ ഒരു ഇതുണ്ട്, അതിന് എക്സ്ട്രാ ഒരു ബില്ലുണ്ട്. അങ്ങനെ അത് കൂടാതെ ഞങ്ങൾ അവിടെ നിന്ന് ആയിക്കോട്ടെ നിങ്ങൾ ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞ ഭക്ഷണം വീട്ടിലത്തെ ഭക്ഷണം കഴിക്കാമല്ലോ വെച്ചിട്ട് നമുക്കറിയില്ല അവിടുത്തെ രുചിയും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ വിചാരിച്ചില്ല അപ്പുറം കേട്ടോ. അപ്പോൾ അങ്ങനെ മറ്റേ കോഫി ഉണ്ടാക്കിയിട്ട് കോഫി എന്നിട്ട് തിളച്ച് കൂത്തിയിട്ട് ആകെ വടക്കായിട്ടാണ്. അങ്ങനെ എന്താ വെച്ചാൽ അപ്പം നമ്മളെന്താ വെച്ചാൽ പുറത്ത് ഭയങ്കര തണുപ്പാണ്. മറ്റുള്ള ആവശ്യമാണെങ്കിൽ പുറത്ത് ഭയങ്കര തണുപ്പാണ്. എവിടേക്കും ഉറങ്ങാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണ് പുറത്ത് തണുപ്പുകൊണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ജന്തുക്കളും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ്. ആ റൂമിൻ്റെ ചുറ്റുഭാഗം ആനയും എല്ലാ സാധനവും വരുന്നതാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അവർ പറഞ്ഞത് നിങ്ങൾ രാത്രി ഒന്നും പുറത്തേക്ക് ഒരാൾ ഇറങ്ങരുത്, അത്രയും സ്ട്രിക്റ്റാണ് ഇവിടെ. അങ്ങനെ ഇവിടെ ഓരോ സംഗതികളൊക്കെ വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എന്താ ആൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടോ. അങ്ങനെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലത്തെ ലെവൽ ആ ആളെന്നെ ഉണ്ടാക്കി കേട്ടോ. അയാളെ ഫാമിലി ഉണ്ട്, അവരെ ഉണ്ടാക്കി തന്നത്. നമ്മളെ നാട്ടിലത്തെ രുചി എങ്ങനെയോ അതുപോലെ തന്നെ കേട്ടോ. രുചി ഒന്നും ഒരു മാറ്റമില്ല കേട്ടോ. രുചിയിലൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഒരു മാറ്റമില്ല. നല്ല രസമുണ്ട്, ടേസ്റ്റൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അയാൾ വീണ്ടും വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് ഉണ്ടാക്കിയത്, ഉഷാറായിക്കണോ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ. ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. നമുക്കെല്ലാം രാവിലെ നീച്ചിട്ട് അമ്മ ആദ്യം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ റൂഫും ആഫിയും മേലായിരുന്നു. ഒരു താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടേജ്. നമ്മുടെ വണ്ടി അവിടെ അപ്പുറത്തുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി നിൽക്കുന്ന സ്ഥലം കേട്ടോ. വണ്ടി നിൽക്കണ താഴത്ത് വേറെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. കാണിച്ചു തരാം. ആദ്യമോ ഒന്നിച്ചു വന്നിട്ട് ആദ്യമേ ഗുഡ് മോർണിംഗ് ശരിയല്ല മൂട്ട് ശരി. ഇത് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ നേരെ താഴത്ത് അവരുതായിട്ട് തന്നെ ഒരു റിസോർട്ട് കൂടി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിലേക്ക് ഒരു പ്രത്യേക അമ്പിയർ കേട്ടോ അതിലൊക്കെ. അങ്ങനെ നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ട് അവിടെ തൊട്ടടുത്തുണ്ട്. മെയിൻ റോഡിൻ്റെ വക്കിൽ നിന്ന് പൈൻ മരങ്ങൾക്കിടയിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് ബാക്ക് വെക്കുന്ന ഇതാണ് നമ്മുടെ റോഡ്. റൂഫ് നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ല, നല്ലൊരു വുഡൻ സ്ട്രക്ചറോട് കൂടിയുള്ളൊരു ഏരിയ കേട്ടത്. പുളിയാണ് സംഭവം, പുളിയാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഒരു തോടുണ്ട് കേട്ടോ. തോട് തിരിഞ്ഞു പോട്ടെ. നല്ലൊരു തോടുണ്ട്, ഒരു അമ്പലത്തിൻ്റെ ബാക്കിലാണ്. അവിടെ നിന്ന് കുളിക്കാച്ചിട്ടാണ്ട് പോട്ടെ. ഞങ്ങൾ കുളം തിരിഞ്ഞു പോട്ടെ കുളിക്കാനുള്ള. ഇത് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടേജൊക്കെ ഇട്ടത്. ഒരു മറയൊക്കെ ഉണ്ട്. അതിൻ്റെ ചങ്ങായിതാ കുറേ കാലത്തിന് വെച്ച് കുളിക്കാത്തിൻ്റെ ആവേശം കണ്ടങ്ങൾ. ഇത് നമ്മുടെ റൂമിൻ്റെ ഓണറാളെ വണ്ടിയാട്ടാ. ഇത് നമ്മുടെ റൂമിൻ്റെ നേരെ താഴെ ഒരു അമ്പലം വരുന്നുണ്ട് കേട്ടോ. റൂം ആ പൈൻമരത്തിൻ്റെ അപ്പുറത്താണ് റൂം വരുന്നത്. അമ്പലത്തിൻ്റെ വ്യൂ പോയിൻ്റ് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഫുള്ള് മലഞ്ചെരുവാട്ടാ. കൃഷിക്കാരുണ്ട്, പണിക്കാരുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഇവിടെയൊക്കെ നല്ല പ്രത്യേകതരം മലഞ്ചെരുവ്. അമ്മ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളിൻ്റെ തോട്ടാട്ടത് ഫുള്ള് കാണുന്നത്. പക്ഷെ നല്ല രസമുള്ള മലഞ്ചെരുവാട്ടോ എടുക്കണേ. നല്ല രസമുള്ള മലഞ്ചെരുവ് എടുക്കണേ. കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ റിസോർട്ടോ വീടുകളൊക്കെ എന്തൊക്കെയുണ്ട്. നമ്മുടെ റൂമാണ് ആ ഷീറ്റ് ഇട്ടോ. ഈ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടേജ് കാണാം. ആ രണ്ട് ഇതാ റിസോർട്ട് മരത്ത് അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ റൂം ഇട്ടത്. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട് പൈക്ക് വന്നാട്ടെ കുളിക്കാൻ. ആഫിയ തോടുണ്ട് കേട്ടോ. അങ്ങനെ അരുവിയിൽ ഇങ്ങനെ ഇരിക്കട്ടാ. ആദ്യേട്ടനും ഉണ്ട്. ആദ്യമായിട്ട് വെള്ളമൊക്കെ ഉണ്ടായി. കാലൊക്കെ ഇട്ട് കണ്ട് ഇതൊക്കെ ഉണ്ട്. റൂഫിനെ ചേച്ചിനെ തിരിക്കാൻ നോക്കണം. എന്താ അറിയില്ല, നല്ല വെള്ളം ഉണ്ട്. ക്യാരറ്റ് കഴിക്കുന്ന ഈ അരുവിയിലിട്ടാണ് ഇവർ ക്യാരറ്റ് കഴുകലിട്ട്. അത് നല്ല കാണുന്നുണ്ട് ഇവിടെ. ഒരാൾക്കാർ മുഖം കഴിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരാൾ തിരുമ്പുണ്ട്. രണ്ട് വെള്ളം ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിലൊക്കെ കണ്ട ക്യാരറ്റ് ഇവർ ഈ ചാക്ക് കൊണ്ട് ക്യാരറ്റ് കൊണ്ടുവന്നാണ് കഴുകി ഇതാക്കുന്ന സ്ഥലമാണിത്. ആദ്യമോ മീൻ ഉണ്ടാവും വെച്ചിട്ടാ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. മീനില്ലല്ലോ, മീൻണ്ടാ ഭ്രാന്ത് കട്ടണോ. രാവിലെ നീച്ചാണ് മുണ്ടാ. നല്ല വെള്ളമല്ലേ, കുളിച്ചോക്ക. അങ്ങനെ ഞാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ റൂം കേട്ടോ. പുറം ഷീറ്റാണ്, മറ്റേതൊക്കെ വല്ല സെറ്റപ്പാണ്. ചേച്ചി നല്ല
ഇന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വ്യൂ പോയിൻ്റ് നോക്കിയിട്ട് എന്ത് രസമുണ്ട് ഇത് കാണാൻ. ഞങ്ങൾ ആദ്യം പോയ റൂമിൻ്റെ വ്യൂ പോയിൻ്റ് ആയിരുന്നെങ്കിൽ മരണക്കുണ്ടന് ഉറങ്ങിച്ചാൽ കുണ്ടൊക്കെയാണ്. അത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. സംഭവം അല്ല പൊളി റൂമാട്ടത്. എല്ലായിടത്തും കൃഷിയും മലനിരകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഒരു പ്രത്യേക ഒരു തരതാട്ടെ. ഒരു ഫോട്ടോ ഒക്കെ എടുത്തരാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്തു കേട്ടോ. ഒന്നും നോക്കിയില്ല, ഒരാൾ കൂടെ ഒറ്റയ്ക്ക് ഒരു പൊടിക്ക് ഗജ്ജക്കാൻ വെച്ചാൽ ആ ജാതി തണുപ്പാണ് വെള്ളത്തിൽ മുഴുവൻ. എങ്ങനെ നോക്കിയാലും നല്ല തണുപ്പാണ്. ഇവിടെ കുറേ റിസോർട്ടും സ്റ്റേ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വലിയ റേറ്റും അല്ല. ഞങ്ങളൊരു വലിയൊരു അപ്പോൾ ഞങ്ങളെ പെണ്ണ് കാപ്പിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയായിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി. ഞങ്ങൾ അടുത്ത സ്ഥലത്തിന് വരെ നമ്മൾ പോലെ പൂണ്ടി. ഇനി അടുത്ത സ്ഥലത്തേക്ക് വേണം പൂണ്ടി. ഇപ്പോൾ കൂക്കലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. കൂക്കാൽ. അപ്പോൾ ഞങ്ങൾ കൂക്കാലിൽ നിന്ന് പൂണ്ടിക്ക് പോകണം പോക്കട്ടെ. അപ്പോൾ നമ്മളെ ബാക്കിലൊക്കെ ഉള്ള റിസോർട്ടൊക്കെയാണ്. ഇതൊക്കെ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ കൊടുക്കൂട്ടോ. നല്ല സെറ്റപ്പ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടാ. നല്ല പൊളിയാണ്, പൊളി വൈബാണ്, നല്ല എൻജോയ് ചെയ്യണം. നമ്മളത് വേണ്ട നമ്മളെ റിസോർട്ട് അത് നല്ല സെറ്റപ്പ് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ മേൽവശം ഇതണ്ട, ഈ മേൽവശമൊക്കെ റിസോർട്ടുകളാണ് വരുന്നത് നമ്മളെ ടീംസിൻ്റെ. പക്ഷെ ഇതിൻ്റെ താഴത്തൊരു അരുവി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അരുവിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അരുവിയിൽ അടി കിട്ടും. ഇപ്പോൾ തിരുമ്പൽ സമരം നടക്കുക അവിടെ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങാട്ടെ. എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു പ്രത്യേക തരം ഒരു ഏരിയ ആയിട്ട് നമ്മൾ നിൽക്കണതിൻ്റെ അവിടെ ഭയങ്കര സെറ്റപ്പ്, നല്ല തണുപ്പും കാരണം. അപ്പം നമ്മൾ ആദ്യം ഇതേമാതിരി നിന്ന റൂമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ റൂം എടുക്കാൻ വേണ്ടി പോയ റൂമിൻ്റെ അതാണിത്. വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. കാരണം നല്ല കുണ്ട് വളരെ ഭാഗം എടുത്താണ്. പക്ഷേ രാവിലെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മഞ്ഞും കോടയൊക്കെ വന്ന് കാണുന്ന നല്ലൊരു പ്രത്യേക ഒരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ഇരുന്നത്. റൂം നല്ല സെറ്റപ്പ് റൂമിന്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് നിൽക്കാനും ഫാമിലിയായിട്ട് 1.5 കിലോമീറ്റർ നമ്മളവിടെ പോയി നടന്ന് പോയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ ഉറങ്ങി നീച്ച് കഴിഞ്ഞ് ബോധമില്ലാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോയ നേരെ കൊക്കയ്ക്ക് കുണ്ടിക്കണം. അത്രയും താഴ്ചയുള്ള സ്ഥലമായിട്ട് അത്രയും കുണ്ടാണ് അടിഭാഗമുള്ളത്. അങ്ങനത്തെ റൂമാണ് നമ്മളവിടെ ഒഴിവാക്കിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പോണവരൊക്കെ അങ്ങനത്തേലൊക്കെ പോവുക. നമ്മളേതായാലും ബാച്ചിലറല്ല. അവിടെ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങിട്ടോ. ഇറങ്ങാന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് ആ റൂമിൻ്റെ ആളാണത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് അവരെ വീഡിയോ എടുക്കണം. ഞാൻ മാറിക്കാരൻ ഇങ്ങോട്ട് മാറി നിന്നിട്ട് അയാൾ ഞാൻ പറഞ്ഞു മാറിക്കല്ലേ നിങ്ങളും വരും ഞങ്ങളെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുത്തി നോക്കിയിട്ട്. പക്ഷേ പറ്റിയില്ല, അയാൾ വരില്ലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യമേനൊക്കെ അത് ആദ്യമേനൊരു പീപ്പിൾ ഉണ്ട് കേട്ടോ. കയ്യിൽ ഇങ്ങനെ റോഫ് വാങ്ങിയതാണ്, അതിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പം നമുക്കിനി പോകാനുള്ളതെന്ന് വെച്ചാൽ ഇനി പൂണ്ടി കണ്ട പോകുള്ളത്. അപ്പോൾ അത്യാവശ്യം ദൂരം പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഈ ഒരു ഫ്രെയിമുള്ളൊരു അപ്പോൾ ഇതുണ്ടല്ലോ അവരെ നമ്മളെ അതിലൊന്ന് കണ്ടൊരു ഫോട്ടോസൊക്കെ എടുത്ത് കാച്ചിട്ടേന് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല രാത്രിയായി കഴിഞ്ഞാൽ പേടിയാണ്. ഒരുപാട് ജന്തുക്കളും കാര്യങ്ങളൊക്കെ ഈ തോട്ടിക്കൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതും അതും ഇതൊക്കെ ഉള്ളതാട്ടോ. അപ്പം നമ്മളോട് അതിന് പുറത്തിറങ്ങാത്ത പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാട്ടോ. അപ്പം നമ്മളിറങ്ങാട്ടോ ഇവിടുന്ന് എല്ലാവരും കൂടി. ഇനി ഒരുപാട് സ്ഥലം പോകാനും ഉണ്ട്. പിന്നെ പോരാത്തിന് ആരും ചായ ഒന്നും കുടിച്ചില്ല, രാവിലത്തെ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. അപ്പം ഇനി പോണ പോക്കിൽ വേണം അതൊക്കെ കുടിക്കാൻ കേട്ടോ. എന്തായാലും സംഭവം നല്ല രസമാണ്. രാവിലെ തന്നെ മരണ തണുപ്പും നല്ല ക്ലൈമറ്റും ആട്ടോ. ഇവിടെ നല്ല സെറ്റപ്പ് തന്നെ, നല്ല സെറ്റപ്പ് ക്ലൈമറ്റാണ്. ഇനി പോകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ പോകാണ്ട് കേട്ടോ. നമ്മൾ പോകണ നോക്കില്ല അയാൾ പറഞ്ഞു നിങ്ങൾ ഹിൽസ് കൂട്ടിയിട്ട് പോകണമെന്നാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് ഏരിയ പോകാനുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ റണ്ണിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും നല്ല രസം. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായി ആസ്വദിക്കാനായി ഒക്കെ കഴിഞ്ഞിട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല സെറ്റപ്പ് ഏരിയ ചെയ്യുന്നുട്ടോ. എന്തായാലും അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി പൂണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂണ്ടിക്ക് എത്രയോ 6 കിലോമീറ്റർ അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് പൂണ്ടിക്ക് ഇറങ്ങുന്നതിന് മുന്നേ ചായയൊക്കെ കുടിച്ചിട്ട് വേണം പോകാൻ. പൂണ്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ പോണ റൂട്ടിൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് സാവധാനം പൂണ്ടിയിലൊക്കെ ഒന്ന് പോയി കറങ്ങി നേരെ നാട്ടിലേക്ക് തിരിക്കാനാണ് ഞങ്ങളെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പൂണ്ടിയത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി. മലയാളത്തിലെ ബോർഡൊക്കെ വെച്ചൊരു ഹോട്ടൽ കണ്ടിട്ട് ഹോട്ടൽ കണ്ടു നോക്കുമ്പോൾ ഒരു പാലക്കാട്ടുകാരൻ്റെ ഹോട്ടലാട്ടോ. അപ്പോൾ അയാൾ വന്ന് പെട്ടിട്ട് ഇപ്പോൾ ഒരു 10-40 വർഷമായി അയാൾ എന്നിട്ട് അയാൾക്ക് യൂക്കാലിപ്സിൻ്റെ തൈലെടുക്കലും അങ്ങനത്തെ ഒക്കെ പരിപാടിയായിട്ട് അവിടെ വന്ന ആളാട്ടോ. ആളെന്താ വെച്ചാൽ നല്ല സെറ്റപ്പായിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിനക്ക് ഉഷാറും കേട്ടോ. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ? നിങ്ങളില്ലാത്ത വീഡിയോ ഇല്ല.
നമ്മൾ കയറിയ ഷോപ്പിൻ്റെതാട്ട ഹോട്ടലിൻ്റെ വ്യൂ ആണ് ഇത്. നമ്മുടെ ചായ കുടിക്കാൻ്റെ വ്യൂ ആട്ടാ. ചായ കുടിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ നേരെ മുകളിലുള്ള വ്യൂ. നല്ലൊരു സെറ്റപ്പ് ആട്ടാ. ഫുള്ളൊരു കെട്ടിപ്പൊന്തിച്ചുണ്ടാക്കിയ ഒരു അണ്ടർപാസ് ലെവലിൽ നല്ല സെറ്റപ്പാണ്. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ആദ്യം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നല്ല രസം. ലാസ്റ്റ് അവർക്കൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നൂഡിൽസ് എത്തിയിട്ടുണ്ട്. ആദ്യം മോൻ നൂഡിൽസ് കഴിക്കുന്നുണ്ട്, ഹാഫി നൂഡിൽസ് കഴിക്കുന്നുണ്ട്. 100 ഒരു 5 പൊറോട്ട ഒറ്റയടിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 ചപ്പാത്തി എന്നിട്ട് 3ാമത്തെ പൂരിക്കും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതന്നെ വരൂ. അപ്പോൾ ഒരു ഡബിൾ ഓംപ്ലേറ്റും കഴിച്ചിട്ടുണ്ട്. ഇനി കോഫി വരാണ്ടൊക്കെ വരണം. അപ്പോൾ ഏതായാലും ഞങ്ങൾ കഴിച്ചിട്ടുള്ള വിശേഷമാണ്. അപ്പോൾ നമ്മൾ പൂണ്ടിയിലെത്തിയിട്ടോ. പൂണ്ടിയിലെത്തിയപ്പോൾ നമ്മൾ പൂണ്ടിന്ന് ബോർഡ് കണ്ടു. പക്ഷേ പൂണ്ടിയിൽ ഏതൊക്കെ ഭാഗങ്ങൾ എന്നൊക്കെ ഉള്ള അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും പൂണ്ടിയിൽ നമ്മൾ ഏതോ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കണ്ടു നോക്കാം. കൂടുതലും വെളുത്തുള്ളി കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഭാഗത്തൊക്കെ പിന്നെ ഓരോട്ട് കണ്ടിട്ട് അവരിപ്പോൾ എന്താ വെച്ചാൽ വിതയ്ക്കാനുള്ള വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ചാക്കാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ അല്ലിയായിട്ട് എല്ലായിടത്തുണ്ട്. ഓരോ വീടിൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളോട് തന്നെ 1 കിലോത്തിന് 250 കേട്ടോ പറഞ്ഞത്. ആ ഓവറാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞങ്ങളവിടെ പോയി നോക്കിയിട്ടാണ് വീട്ടിൽ പോയിട്ട്. എന്താ വെച്ചാൽ അറിയില്ലല്ലോ. അപ്പോൾ ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ നല്ല വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളെ വീടുകളാട്ടത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴാണ് നമ്മളോട് തന്നെ റേറ്റ് വലിയ ഓവറാണ്. വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവർ പറഞ്ഞത് വെളുത്തുള്ളി ഉണ്ട്, വന്ന് നോക്കി എന്നാണ് പറഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകണം കിട്ടുക. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിൽ അവർ ഒന്നായിട്ട് ചാക്കിലാക്കി വെച്ചതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കെന്താ വെച്ചാൽ ഒക്കെ സംഭവം പല റേറ്റ് ഉണ്ടോന്ന് കേട്ടോ. പുറത്തേക്ക് വരുന്നത് വേറെ റേറ്റ്. നമ്മളവിടെ ഇപ്പോൾ 4 കിലോ 3 കിലോ അതേമാതിരി 2 കിലോനൊക്കെ തോന്നുന്ന കിട്ടുന്ന സമയത്ത് വെളുത്തുള്ളി. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ കിലോ വ്യൂ പോയിൻ്റ് ആട്ടോ. നല്ല വ്യൂ പോയിൻ്റ് ആണ്. അതിൽ ക്യാമറ കൊണ്ട് കാണുന്നേക്കോളം ഇഫക്റ്റിൽ കണ്ണിന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അത്രയും സെറ്റപ്പായിട്ടുള്ളൊരു ഗർത്തും ചെറിയൊരു അമ്പലമാര് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം നല്ല തണുപ്പാണ് ഇവിടെ. അത്യാവശ്യം നല്ല വ്യൂ ആണ്. താഴത്തൊക്കെ നല്ല കുണ്ടാണ്, മരണം ആ കുണ്ടാണ്. എന്തൊരു രസമുണ്ടായിരുന്നില്ല കാണുമ്പോൾ തന്നെ. ആ പാറമക്കൂടിയൊക്കെ വെള്ളം ഒലിച്ച് വരുന്ന ആ ഒരു ഇത് കണ്ട ഫീലിംഗ്. അത്രയും താഴെയാണത്. പിന്നെ ആ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ എത്രയും വലിയ കുന്നിൻ്റെ അടിയിൽ മുകളിൽ കണ്ട വീടുകൾ, അവിടെ കണ്ട വീടുകൾ, അത്രയും വീടുകൾ. കുതിരമ്മയാണ് ഇവിടെ ലോഡ് കൊണ്ടുപോകുന്നത്. നല്ല കുണ്ടാണ് അടിക്കുക. അവിടെ നിന്ന് ഞങ്ങൾ കയറി വരുന്നത്. വിതക്കണല്ലേ കവർ വണ്ടിയില്ലേ? എനിക്ക് മാത്രം പോരാ. പൈസ എടുക്കും മലയാളി പറഞ്ഞു. ഞങ്ങളോടൊന്ന് വെളുത്തുള്ളി വാങ്ങിയിട്ട് നേരെ ഇറങ്ങാട്ടെ. അവരെന്താ വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവാണ്. അവർ രണ്ടാളും കൂടി വിതയ്ക്കാനുള്ള വെളുത്തുള്ളി അല്ലി വേറെ എടുത്തിട്ട് അതിനും വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പോണ റോഡിൽ ഓരോരോ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേ പോകാട്ടെ. കാരണം വെച്ചാൽ നിൽക്കാനുള്ള സമയമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇടത്തെ ഭാഗത്ത് കണ്ടൊരു മലയാളി ആളാട്ടെ, ഒരു കോട്ടയ്ക്കാരായിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ KL വണ്ടി എവിടെ കണ്ടാലും നമ്മൾ ലോങ് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ഉള്ളത്. നമ്മളെ സെറ്റപ്പ് നമ്മളൊരു അഹങ്കാരം തന്നെ ഉള്ളട്ടോ. നമ്മളതായിട്ടുള്ള ആളുകൾ നമ്മളെ കൂടെ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഒരു അഹങ്കാരമല്ല നമ്മളെവിടെ ചെന്നാലും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പോൾ നമ്മൾ പോണ ഓയിലക്കിലാണ് ഈ ആടിൻ്റെ ഫാമുള്ളത്, ചെമ്മരിയാടിൻ്റെ ഫാമുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ടൊന്നുമില്ല, കയറാനുള്ള ടൈമില്ല, സമയം നമുക്ക് പരിമിതി ആയതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുക. അവിടെ നിന്നൊരു പ്രത്യേകത ഒരു ചെടി കണ്ടപ്പോൾ അതെടുത്തിട്ട് അമ്മ എടുത്തു. അത് ചേച്ചിക്ക് കൊടുക്കാമെന്ന് തന്നെ എടുത്താട്ടോ. ചേച്ചി ഒരുവിധം ചെടിയും കാര്യങ്ങളൊക്കെ കുഴിച്ചിടുന്ന ഒരാളാട്ടോ. അപ്പോൾ ഓക്കൊരു പറ്റിയ കണ്ടീഷനുള്ള ചെടിയാണെന്ന് കണ്ടുകൊണ്ടാണ് ഓളതെടുത്തത്. പക്ഷേ എന്തായാലും അത് കിട്ടൂല എന്ന് 100% ഉറപ്പാണ്. കാരണം വീട്ടിലേക്ക് എത്തണണ്ടേ, അത് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ
റണ്ണിങ് ഇനി പോവുകയാണ്. ഇനി ഒരുപാട് ദൂരം നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ തായ് വശമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ. ഈ പോവാനുള്ള നമ്മൾ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകട്ടെ എന്തായാലും. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയും നമുക്കെന്താ വെച്ചാൽ പോണ പോക്കിൽ നമ്മളൊരു സാധനം കണ്ടു കേട്ടോ. അപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ വെളുത്തുള്ളി അല്ലിയായിട്ടുള്ളതും അതിൻ്റെ നാരോട് കൂടിയുള്ളതും പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ചില്ല കേട്ടോ. ഇത് കിലോയ്ക്ക് എത്രയായി? 80 രൂപ അങ്ങനെ എത്രയാണ് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ നല്ല സ്ട്രോങ് വെളുത്തുള്ളി കേട്ടോ, പുതിയ അതിനകത്ത് പഴക്കമൊന്നും ഇല്ലാത്ത ടൈപ്പ് സാധനം കേട്ടോ. ഒരു കമ്മട്ട ഒരു പാത്രം നിറച്ച എത്രയാണ്? 1 കിലോന്നാ അങ്ങനെ എന്താണ് പറഞ്ഞത് കേട്ടോ. പാത്രം നിറവ് അങ്ങനെ എന്താണ് പറഞ്ഞത്. സാധനം എന്തായാലും നല്ല സൂപ്പറായിട്ട്. അത് നമ്മളുള്ളത് ഇത് ഫാഷൻ ഫ്രൂട്ട് ആട്ടോ. ഫാഷൻ ഫ്രൂട്ട് വേറൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ സംഭവം എന്തായാലും സെറ്റായിട്ട് ഞാനവിടുന്ന് വാങ്ങിയിട്ട് കുറച്ച് ഫാഷൻ ഫ്രൂട്ട് അവിടുന്ന് വാങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴെല്ലാം മനസ്സിലായത് ക്യാരറ്റും കാര്യങ്ങളും പിന്നെ പ്ലംസ് മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് പോണ പോക്കിൽ ഒരുവിധം സംഗതികളൊക്കെ വെറൈറ്റി ആയിട്ട് എന്താ. പിന്നെ ആ പശു അവിടുന്ന് നമ്മളവിടുന്ന് പോണേ ഇല്ല കേട്ടോ. പശു മാത്രമല്ല ആദ്യമേ ആ കടലിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നേ ഇല്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മളവിടുന്ന് എന്താ വെച്ചാൽ ഈ ചേച്ചീൻ്റെ അടുത്ത് അവിടുന്ന് ക്യാരറ്റ് വാങ്ങിട്ടോ. ക്യാരറ്റ് ഒരു രസമായിട്ട് കൗതുകത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ്. ഇതന്ന് വലിയ രസം എന്താ വെച്ചാൽ അത് മരുന്നോ കെമിക്കലൊന്നും ഇല്ലാത്തൊരു സാധനമല്ലേ. പിന്നെ ആരെ കേൾക്കണ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ തിന്നാൻ തോന്നുന്നില്ല. പിന്നെ എന്തായാലും ഒന്ന് വാങ്ങിയിട്ടുണ്ട് എന്തായാലും. പിന്നെ നമ്മൾ പോണ പോക്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചത് വേറൊരു ഹോട്ടലിൽ നിന്നാട്ടാ. അതെന്താ വെച്ചാൽ പോണ പോക്കെന്ന് കഴിച്ചത് നാട്ടിലുള്ള റണ്ണിങ് എന്നാണ് കേട്ടോ കഴിച്ചത്. കാരണം ഭക്ഷണം അത്ര ഒരു രസമൊന്നുമില്ല. എന്തായാലും ഒരു മലയാളി ടച്ച് തന്നെ കേട്ടോ അവിടുത്തെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടുന്ന് ആദ്യമോനെ ഉപ്പിലിട്ട നെല്ലിക്കയും കാര്യങ്ങളൊക്കെ വേണം. നമ്മളിനി പോകുന്നത് പയനിക്കേട്ടോ. പയനി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ യാത്രയിൽ നമ്മൾ പയനിയിൽ വരുന്ന. റോഫും വന്നിട്ടില്ല, ആഫിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ പയനിക്ക് വരണം ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പോകുന്നത് കാരണമാണ് വേറെ എവിടെയും കൂടുതലായിട്ട് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പയനീത്തെ യാത്ര വിശേഷങ്ങളൊക്കെ ഇനി കാണട്ടെ. കാരണം എന്താ പയനിയിൽ പഴയ മരുന്നില്ല കേട്ടോ. വിചാരിച്ചിലും നല്ല സെറ്റപ്പാണ്. പയനിയിൽ അമ്പലത്തേക്ക് പോകണമെങ്കിൽ അമ്പലത്തിൽ മൊത്തം കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബസ്സുകൾ, പ്രൈവറ്റ് ബസ് ഇതൊക്കെ ഉണ്ട്. ഫ്രീ വാഹനങ്ങളാണിത്. ഒരു വാഹനത്തിന് നമുക്ക് 1 ഉറുപ്പ്യ പോലും ചിലവില്ല. ഈ വാഹനങ്ങളൊക്കെ ഫ്രീ ആണ്. 1 2 ഒന്നുമില്ല, ഒരുപാട് വാഹനങ്ങളുണ്ട് ഇങ്ങനത്തെ. അപ്പോൾ നമുക്ക് പോണതിന് ഒരു ചിലവില്ല കേട്ടോ. നല്ല സെറ്റപ്പാണ്. ഈ വാഹനങ്ങളിൽ നമ്മൾ കൈയാട്ടിയാൽ മതി. അപ്പോൾ കൈയാട്ടി ഒരു വണ്ടി വന്നു നിർത്തിയിട്ടുണ്ടാവും. ഫ്രീ ബസ് എന്നാണ് ആദ്യം എഴുതിയിട്ടുള്ളതെന്ന് തന്നെ കേട്ടോ. കാരണം ആർക്കും എപ്പോഴും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങട്ടെ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചുമായിരുന്നില്ല. പയനിൽ ഏത് മുക്കും മൂലയും താഴ്വശം നമുക്ക് ഈ ബസ് കയറിയിട്ട് വേണ്ട പോകാൻ. സംഭവം നല്ല സെറ്റായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു. പഴയ ആദ്യമൊക്കെ ഒരുപാടായിരിക്കും ഞാൻ പയനിക്ക് വേണ്ടിയിട്ട്. അന്നൊന്നും ഇത്ര ഇതില്ല, അന്ന് മൊത്തം നടന്ന് ചുറ്റിലായിരുന്നു. പക്ഷെ ഇന്നെന്നാൽ നമുക്ക് ആ വയ്യാത്ത ഒരാൾക്കാണ് പോലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റട്ടെ. നമ്മൾ പഞ്ചാമൃതം വാങ്ങാൻ വേണ്ടി പോകട്ടെ. പഞ്ചാമൃതം അമ്പലത്തേക്ക് നമ്മൾ കയറിയില്ല, കയറാൻ തന്നെ മോള് വരെ കയറണ്ട. അപ്പോൾ എന്താ അതിനുള്ള സമയമില്ല നമുക്കെന്താ വെച്ചാൽ. അപ്പോൾ താഴെ വശത്ത് നമ്മൾ പഞ്ചാമൃതത്തിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അവിടുന്ന് ഇതേമാതിരി നമ്മൾ വലിയ ബോട്ടിൽ 40ഉം പിന്നെ അതിൻ്റെ വേറൊരു ടൈപ്പ് സീൽഡ് ടൈപ്പ് ബോക്സ് ഉണ്ട്, അത് 45ഉം ആണ് അവിടെയുള്ള റേറ്റ്. അപ്പോൾ റോഫ് 2 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഞാൻ സാധാ ടൈപ്പും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ അയാൾ തന്നെ ഫോട്ടോ എടുക്കരുതിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പഞ്ചാമൃതം വാങ്ങിയിട്ട് ഞാൻ 3 ബോട്ടിൽ പ്ലാസ്റ്റിക് ടൈപ്പും വാങ്ങി. റോഫ് 2 ബോട്ടിൽ സ്റ്റീലിൻ്റെ ടൈപ്പും വാങ്ങിയിട്ട് കവേർഡുള്ള സീലിൻ്റെ ടൈപ്പാണ് വാങ്ങിയത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇനി അവിടുന്ന് പർച്ചേസിങ് ഉണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ആദ്യം വന്നപ്പോൾ ഒരു കിച്ചൺ സെറ്റ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു JCBൻ്റെ സാധനം വാങ്ങി, സെറ്റ് വാങ്ങി. ഓരോന്നോരോന്ന് അങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കണം. അവൻ്റെ ടാർജറ്റ് ആവും ഫുള്ളാക്കിക്കൊണ്ടേയിരിക്കണം. ഓരോന്നോരോന്ന് കാണുന്നതൊക്കെ വാശി പുറത്ത് വാങ്ങുകയാണ്. അങ്ങനെ അവിടുത്തെ നമ്മൾ മുരുകൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓരോ ഫ്രെയിം കാര്യങ്ങളൊക്കെ എന്ത് രസമുണ്ട് കാണാൻ തന്നെ. പിന്നെ അവിടെ എന്താ വെച്ചാൽ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ റേറ്റ് കമ്മി എന്ന് അറിയണമെന്നില്ല, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ അമ്പലത്തേക്ക് പോണ മെയിൻ വഴിയായിട്ട് അതിൻ്റെ മേലേക്ക് കയറാനുള്ള സംഭവം നല്ല രസമാണ്. അതിനുള്ള സമയം പിന്നെ കുറേ ആൾക്കാർ കാവടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ റോഫ് അവിടുന്ന് മാങ്ങ വാങ്ങി ചേച്ചി ഇതേമാതിരി അധ്വാനിക്കുന്നതിൻ്റെ കളർ പറഞ്ഞു ഞാനും കറുപ്പാള എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ ഞാൻ വെയിലുള്ള ആൾക്കാരങ്ങൾ എന്തിനാ പൈസ കുറയ്ക്കണമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എന്താണ് പറഞ്ഞു തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ആ ചേച്ചി ഭയങ്കര കൗതുകമായിട്ട്. എന്നിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾ പൈസ ചേച്ചി ചോദിച്ച പൈസ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 ഉറുപ്പ്യ പോലും ഞങ്ങൾ കുറച്ചില്ല കേട്ടോ. ഇങ്ങനെ അവിടുന്ന് റോഫ് തേങ്ങ മരുത്ത മാങ്ങ കുറച്ച് 3-4 മാങ്ങിയിട്ടാ. ഒരു 3-4 മാങ്ങേനെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് എന്താ വെച്ചാൽ ഇനി ഒരുപാട് സാധനങ്ങൾ ആദ്യമോനെ കാണുന്നതൊക്കെ വേണമെന്നുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് അങ്ങനെ അവിടെ എന്താ വെച്ചാൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണാം. പയനിൻ്റെ സൈഡ് വശം തന്നെ മെയിൻ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉള്ളത് ഭയങ്കര ഇതാണ്. അങ്ങനെ ആദ്യമോൻ്റെ JCBൻ്റെ കളിൻ്റെ ഏതാണ്ട് പ്രാന്തൊക്കെ കഴിഞ്ഞു തുടങ്ങി. ആ പൂതിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ പോണ പോക്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് ഒരു ചേച്ചിയുടെ അടുത്ത് ഒരു ഹെലികോപ്റ്റർ വാങ്ങിയിട്ടോ. പൊന്തടെ അതിന് 250 എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് അവർ അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ ബാറ്ററി എടുത്ത് റിമോൾട്ടും ഇങ്ങനെ പൊന്തുന്ന ഒരു സാധനം ഇട്ട് അത് കയ്യിലുണ്ട് കേട്ടോ നമ്മളടുത്ത്. അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു താട്ടാ. ആ സാധനം അതിനത്രയൊന്നും ഇതാക്കിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മുതലാണത്. കൂടുതൽ സമയമൊന്നുമില്ല.
അപ്പോൾ ഈ മാങ്ങ കാണുമ്പോഴാട്ടോ വലിയ മാങ്ങ പയനി ചെന്ന് എപ്പോഴും കാണുന്ന ഒരു ഇതാണ് ഒരു വലിയ മാങ്ങ. അത്യാവശ്യം നാട്ടിൽ കുട്ടി തേങ്ങേൻ്റെയൊക്കെ വലിപ്പം ഉണ്ടാവും ഓരോരോ മാങ്ങട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളവിടുന്ന് നമ്മളെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വത്തക്കയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് പിന്നെ വണ്ടിയിൽ പോയതാണ് നമ്മൾ ഏറ്റവും ബാക്ക് സീറ്റാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ 4 ആൾക്കും ഒരേമാതിരി സീറ്റ് കിട്ടുകയും ചെയ്ത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇരുന്ന ഇതിൽ സീറ്റിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി എടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്, അറിയില്ല. അങ്ങനെ എന്തോ ഒരു സീറ്റ് ഓവർലോഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞങ്ങൾ ബാക്കിലിരുന്നിട്ടോ. ബാക്കിലിരുന്നപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് നമ്മളിരുന്ന് ഇനിയിപ്പോൾ പോണ പോക്കാണ്. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും കുടിച്ചില്ല അവിടെ നിന്ന്. അപ്പോൾ പോണ പോക്കിൽ ഒരു സോഡക്കട ഉണ്ട്. അവിടെ നിന്ന് വരുന്ന വക്കിലൊക്കെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഒരുപാട് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചേച്ചി, ഒരു പ്രായമുള്ളൊരു ചേച്ചി, എങ്ങനെ ഒരു 10-65-70 വയസ്സുണ്ടാവും. ആ ചേച്ചി അവിടെ എന്താ വെച്ചാൽ നാരങ്ങ സോഡ ഇതിൻ്റെയൊക്കെ ഒരു കട നടത്തിയാട്ടാ. ഇപ്പോൾ കുറച്ച് പ്രായമുണ്ട്, നമ്മളൊക്കെ വിചാരിച്ച വരുന്നില്ല. അവിടെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ ഇന്നും കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ എല്ലാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയും കഷ്ടപ്പാടിന് നോക്കിയിട്ട് ബുദ്ധിമുട്ടുള്ളൊരു ഇത്. അവിടെ തന്നെ എപ്പോഴും പ്രായമുള്ളവർ ഓരോരോ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ജീവിതമാർഗ്ഗവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനും. അങ്ങനെ കുറേ തമിഴിൽ അവനോട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അവിടെ പുറത്തുനിന്ന് നല്ല ശീലം ഉണ്ടായതുകൊണ്ട് അങ്ങനെ നാരങ്ങ സോഡയുടെ ഗോലി സോഡ ഇട്ടാ. ഗോലി സോഡയിൽ സർവത്ത് വെച്ചിട്ടാണ് അങ്ങനെ ചേച്ചി പൊട്ടിക്കണൊക്കെ കാണാൻ നല്ല രസം. പയമായി കൈയിട്ടൊന്നുമില്ല, അതിന് എന്തോ ഒരു ടൂളുണ്ട് പൊട്ടിക്കാൻ. എന്തായാലും സംഭവം സൂപ്പറായിട്ടാണ് നാരങ്ങ സോഡ. ചേച്ചി നല്ല ഷാറിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നാരങ്ങ സോഡയിൽ നിന്ന് ആദിമോനും അതേമാതിരി കുടിച്ചിട്ട് ആദിമോൻ എന്തോ ചെറിയ ക്ലാസ്സിലാക്കി കൊടുത്തതാണ് ഞങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ലോറി മേടാൻ പറ്റിയ ഒരു സാധ്. അപ്പോൾ അത് കിട്ടി. അങ്ങനെ അമ്പലത്തിൽ പോയി വരുന്നേക്ക് അപ്പോൾ പയനീന്ന് ഞാൻ ഇത് വാങ്ങിയില്ല. വണ്ടിമ്മ തൂക്കാനുള്ള സ്ഥലം പോയോക്കെ വണ്ടി റെഡിയാ. അങ്ങനെ ആദ്യമോനോ കിട്ടിയതൊക്കെ അതേമാതിരി കാറിൻ്റെ ഫ്രണ്ടേജിൽ മൊത്തം JCBകളും കാര്യങ്ങളും. പിന്നുള്ളത് മറ്റേ ഇതാണ് ഹെലികോപ്റ്റർ ആയിട്ട് അത് കയ്യിലുള്ളത്. അതിൻ്റെ റിമോട്ട് ടൈപ്പാണ്. അതൊന്നും എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ ആ പൂത്തിരെത്തുന്നവരെ അങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെ വഴിയിൽ പിന്നെ എല്ലായിടത്തും നോക്കുമ്പോൾ കാറ്റാടി പാടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെന്താ വെച്ചാൽ വൈദ്യുതിയും കാര്യങ്ങളൊക്കെ ദിമെന്നാവും. പക്ഷേ നല്ല രസമായിട്ട് കാണാൻ തന്നെ രസമായിട്ട്. കാരണം നമ്മൾ പോകണമെന്ന് വെച്ചാൽ ഇനി നമ്മൾ തൃശ്ശൂർ വഴിയായിട്ട് പോകുന്നത്. കതിരാൻ തുരങ്കം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തുരങ്കം നമ്മൾ കണ്ടിട്ടില്ല. പകലാണെങ്കിൽ രസമായിട്ട് കാണാൻ. പക്ഷേ നമ്മളിത് രാത്രിയിലെ റണ്ണിങ്ങിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൽ കൂടി പോകണമെന്നതിനുള്ള കൂടി യാത്ര ചെയ്യേണ്ടതൊക്കെ കേട്ടോ. കാരണം നമ്മൾ അതിൽ കൂടി ഒന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. സംഭവം നല്ല രസമാട്ടോ. അത്യാവശ്യം ടണൽ അത്യാവശ്യം ദൂരമുണ്ട്, നല്ല രസമുണ്ട്. ഇത് കാണും നമ്മൾ ഉദ്ദേശമായിരുന്നില്ല കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്, ഇത് കുറച്ചൊന്നുമില്ല. കാണുമ്പോൾ തന്നെ അറിയില്ല. എന്തായാലും അത്യാവശ്യം ദൂരം കാണുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടി പോകാനുള്ളത്. എന്തായാലും സംഭവമാട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിനുള്ള കൂടെയൊക്കെ നമുക്ക് പോകാൻ കഴിയുക അറിയുമ്പോൾ തന്നെ എന്തായാലും നല്ല സെറ്റായി എന്നറിയാം. നമ്മൾ ഇഷ്ടപ്പെട്ടു. ഇതിൽ കൂടി പോയപ്പോൾ തന്നെ നമ്മളെ നാട്ടിലേക്കുള്ള യാത്രയാണ്, തിരിച്ചുള്ള മടക്കി യാത്രയാണ്. എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ സമയത്തിന് ഒരുപാട് അയക്കുന്നു. രാത്രി 10-11 മണി അയക്കണം നമ്മളിതിനുള്ള. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി കേട്ടറിക്കോടുന്നത് ഒരു റോഡ് സൈഡിൽ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഒരു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ ബൈ. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ആയല്ലോ അല്ലേ? ശരി, ഓക്കെടാ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. ഇതിപ്പോൾ വരുന്ന വഴിക്ക് അവിടെ കിട്ടിയ മാങ്ങ കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ എത്തി ചേച്ചിയുടെ ചെടി എടുത്ത് പെട്രോൾ ഞങ്ങൾ സ്റ്റോക്ക് വാങ്ങിയാണ്, അത് കൊണ്ടേക്ക്.